നമ്മൾ റെസിപ്രോക്കേറ്റിങ്ങിൻ്റെ ബാലൻസിങ് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് റെസിപ്രോക്കേറ്റിംഗ് ബാലൻസ് ചെയ്യുന്നതെന്നും അതിൻ്റെ പ്രോബ്ലംസ് ചെയ്യുന്ന രീതിയും നമ്മൾ ഒരു ക്വസ്റ്റ്യൻ വെച്ച് ഡിസ്കസ് ചെയ്തു. ആ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. നമുക്കിതിൽ കുറേ ബാലൻസിങ് മാസ് കണ്ടുപിടിച്ചിട്ട് ഇതിൽ കുറച്ച് ഫോഴ്സസ്, അതായത് അതിൽ ആക്ട് ചെയ്യുന്ന റിസൾട്ടൻ്റ് ഫോഴ്സസോ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും അതിൻ്റെ എഫക്റ്റുകളൊക്കെ കുറച്ച് ടേംസൊക്കെ പഠിച്ചു നോക്കണം. അത് തിയറി ആയിട്ടും ചോദിക്കും, നിങ്ങൾക്ക് പ്രോബ്ലം ആയിട്ടും ചോദിക്കും. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ആദ്യം പഠിക്കേണ്ട ഒരു സാധനം എന്ന് പറയുന്നത് നമ്മുടെ റിസൾട്ടൻ്റ് അൺബാലൻസ്ഡ് ഫോഴ്സ് എന്ന് പറയുന്ന സാധനം നമ്മൾ കണ്ടുപിടിച്ച് തരാൻ പോകാം. അപ്പോൾ നമ്മൾ പാർഷ്യൽ ബാലൻസിങ് ആണ് നമ്മൾ എന്തിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതായത് നമ്മുടെ ഒരു റെസിപ്രോക്കേറ്റിംഗ് എഞ്ചിനിൽ നമ്മളൊരു പാർഷ്യൽ ബാലൻസിങ് ആണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ആ പാർഷ്യൽ ബാലൻസിങ് ചെയ്യുമ്പോൾ റിസൾട്ടൻ്റ് ആയിട്ട് ഒരു അൺബാലൻസ്ഡ് ഫോഴ്സ് അവിടെ ഓൾറെഡി നിൽക്കും. അതായത് ഫുള്ളി ബാലൻസ്ഡ് അല്ല അത്. അപ്പോൾ ബാലൻസ്ഡ് അല്ലാത്ത നിൽക്കുന്ന ആ റിസൾട്ടൻ്റ് അൺബാലൻസ്ഡ് ഫോഴ്സ് എത്രയെന്നാണ് നമ്മൾ ഇനി എഴുതാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാൻ എഴുതുന്നു, ഹെഡിങ് എഴുതുന്നു, റിസൾട്ടൻ്റ് അൺബാലൻസ്ഡ് force. So here we are going to discuss about the resultant unbalanced force acting on a reciprocating engine. അപ്പോൾ ഈ റിസൾട്ടൻ്റ് അൺബാലൻസ്ഡ് ഫോഴ്സ് വരുമ്പോഴത്തേക്കും നമ്മൾ ബാലൻസ് ചെയ്യാൻ വേണ്ടി അതിൽ കൺസിഡർ ചെയ്ത കണ്ടീഷൻസൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കാം. അപ്പം സപ്പോസ് ദിസ് ഈസ് എ പിസ്റ്റൺ വിച്ച് ഈസ് റെസിപ്രോക്കേറ്റിംഗ് inside a cylinder, then this will be the line of action of the piston, and this is the connecting rod. Here we have a crankshaft and this is the crank. OC is the crank and CP is the connecting rod. As we all know, the crank is having a rotary motion with respect to the center O, where the crankshaft is fixed or moving with respect to the axis. The crankshaft will be having an angular velocity of omega, and it is now at an angle of theta from the inner dead center of the crank. Then this will be the outer dead center. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കണ്ടീഷൻ. ഇപ്പോൾ ഇതിൽ നമ്മൾ അൺബാലൻസ്ഡ് ഫോഴ്സ് വന്നപ്പോൾ ഇഫ് എം സഫിക്സ് ആർ ഈസ് ദ റെസിപ്രോക്കേറ്റിംഗ് മാസ് ഇൻ ദിസ് എൻജിൻ. അപ്പോൾ ഈ ഒരു അറേഞ്ച്മെൻറ്റിൽ പിസ്റ്റൻ്റെ മാസ് എം ആർ ആണ് എന്ന് നമ്മൾ കൺസിഡർ ചെയ്താണ് നമ്മൾ നേരത്തേക്ക് ചെയ്യുന്നത്. അപ്പോൾ എം ആർ ആണ് നമ്മളെ പിസ്റ്റൻ്റെ മാസെങ്കിൽ നമ്മളെ കണ്ടീഷൻ എന്തായിരുന്നു? അതായത് ഇറ്റ് ഈസ് അസ്യൂംഡ് ഇറ്റ് ലെറ്റ് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? അൺബാലൻസ്ഡ് ഫോഴ്സ് കണ്ടുപിടിച്ചു. ആ ഫോഴ്സ് നമുക്ക് കിട്ടിയത് എങ്ങനെയാണ്? ദ അൺബാലൻസ്ഡ് ഫോഴ്സ് ഈസ് ഗിവൺ ബൈ എഫ് ഈസ് ഈക്വൽ ടു, ദാറ്റ് ഈസ് ദ ഇനേർഷ്യ ഫോഴ്സ് വിച്ച് ഈസ് ഈക്വൽ ടു ദ ആക്സിലേറ്റിംഗ് ഫോഴ്സ് ഓഫ് ദി പിസ്റ്റൺ. ദാറ്റ് ഈസ് എഫ് ഈസ് ഗിവൺ ബൈ എഫ് ഈസ് ഈക്വൽ ടു എം r into omega square into r, where small letter r is the radius of the crank, into cos theta. This is the primary unbalanced force. നമ്മൾ ആദ്യം അൺബാലൻസ്ഡ് ഫോഴ്സ് എഴുതിയായിരുന്നു. അത് പ്രൈമറി സെക്കൻഡറി ആയിട്ട് നമ്മൾ രണ്ടെണ്ണം എഴുതി. പിന്നെ പ്രൈമറി അൺബാലൻസ്ഡ് ഫോഴ്സ് നമ്മൾ എഴുതി വെക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതിനെയാണ് പ്രൈമറി അൺബാലൻസ്ഡ് ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബാലൻസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ കൺസിഡർ ചെയ്യാമെന്ന് പറഞ്ഞു. അതായത് ഇവിടെ ഉള്ള ഒരു മാസമായിട്ട് ഞാൻ ഇതിനെ എടുത്തു കഴിഞ്ഞാൽ, ഇവിടെ ഒരു എം ആർ അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ, ദെൻ ദർ വിൽ ബി എ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആക്ടിങ് എന്താണ് റേഡിയലി ഔട്ട്വാർഡ്, ആൻഡ് ഇറ്റ് ഈസ് ഗിവൺ ബൈ ദി ഇക്വേഷൻ എം വി സ്ക്വയർ ബൈ ആർ എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ച് നമുക്ക് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എഴുതാം. അല്ലെങ്കിൽ എം ഒമേഗ സ്ക്വയർ എന്ന് ആർ എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ച് എഴുതാം. എം ഒമേഗ സ്ക്വയർ ആർ എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ച് എഴുതുമ്പോഴത്തേക്ക് എം ആർ ഇൻറ്റു ഒമേഗ സ്ക്വയർ ഇൻറ്റു റേഡിയസ് സ്മാൾ ലെറ്റർ ആർ എന്ന് കിട്ടും. അപ്പോൾ തീറ്റ ആണ് ആംഗിൾ എന്നുള്ളത് കൊണ്ട് ഇതിനെ നമുക്ക് അതിൻ്റെ ഹോറിസോണ്ടൽ കമ്പോണൻറ്റിലേക്ക് റിസോൾവ് ചെയ്താൽ അവിടുത്തെ ഈ ഒരു ഡയറക്ഷനിലെ സാധനം എന്ന് പറയുന്നത് എന്താണ്? എം ആർ ഇൻറ്റു ഒമേഗ സ്ക്വയർ ഇൻറ്റു ആർ ഓഫ് കോസ് തീറ്റ എന്ന് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ആക്ച്വലി ഇവിടെ ഒരു മാസമൊന്നും ഇല്ല. നമുക്ക് ഈ ഇവിടെ ഇതിന് എലോങ് ആയിട്ട്, അതായത് നമ്മുടെ പിസ്റ്റൺ എലോങ് ആയിട്ട്, പിസ്റ്റൻ്റെ ഇനേർഷ്യ ഫോഴ്സാണ് നമുക്കിവിടെ അൺബാലൻസ്ഡ് പ്രൈമറി ഫോഴ്സായിട്ട് കിട്ടുന്നത്.
ഈ പ്രൈമറി അൺബാലൻസ്ഡ് ഫോഴ്സ് ഇവിടെ ഇങ്ങനെ ആക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞതാണ് ഇതല്ലേ കണ്ടീഷൻ. ഇതാണ് പ്രൈമറി അൺബാലൻസ്ഡ് ഫോഴ്സ് ആക്ടിങ് അലോങ് ദി ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ദി പിസ്റ്റൺ. അപ്പോൾ നമുക്കത് കിട്ടുന്നത് ഇവിടെ ഒരു മാസ് ഉണ്ടെങ്കിൽ, MR എന്ന് പറയുന്നൊരു മാസം ഉണ്ടെങ്കിൽ അത് തരുന്ന ഒരു ഹോറിസോണ്ടൽ കമ്പോണൻ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് എന്താണ്, ഇതിന് നേരെ ഓപ്പോസിറ്റായിട്ട്, അതായത് ഇതിന് നേരെ ഓപ്പോസിറ്റായിട്ട് നമ്മൾ എന്ത് കൊടുക്കും, വേറൊരു ബാലൻസിങ് മാസ് കൊടുക്കും. അപ്പോൾ ഇതേ റേഡിയസ് തന്നെ കൊടുക്കണമെന്നില്ല, ഞാനിപ്പോൾ അതേ റേഡിയസ് വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ ഈ റേഡിയസിൽ തന്നെയാണ് ഞാൻ ഇപ്പോൾ B എന്ന് പറയുന്നത്, ക്യാപിറ്റൽ ലെറ്റർ B എന്ന് പറയുന്ന മാസമാണ് ഞാൻ അവിടെ കൊടുക്കുന്നത്. അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് സ്മാൾ ലെറ്റർ B ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സാധനത്തിൻ്റെ പുറത്തേക്ക് ആക്ട് ചെയ്യുന്ന സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി B, അതായത് മാസ് ഇൻറ്റു ഒമേഗ സ്ക്വയർ ഇൻറ്റു R എന്ന് പറയുന്നത് ഇവിടുത്തെ റേഡിയസ് എന്താണ്, സ്മാൾ ലെറ്റർ B ആണ്. ഞാനിങ്ങനെ വരച്ചെന്നേ ഉള്ളൂ, ഇതിന് ഈക്വലൻ്റ് ആയിട്ട് ഇവിടെ ഏത് റേഡിയസ് വേണോ ആവാമല്ലോ B. അപ്പോൾ ഇതിനും ഒരു ഹോറിസോണ്ടലും ഒരു വെർട്ടിക്കൽ കമ്പോണൻറ്റ് കാണും. അപ്പോൾ ഇതൊരു ഹോറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കമ്പോണൻറ്റ്സ് നമ്മൾ ഇത് എഴുതി കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ബാലൻസിങ് മാസ്. ഇത് തീറ്റ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ also will be equal to theta. Therefore, by knowing this angle, we can resolve the centrifugal force produced by the balancing mass B into two mutually perpendicular components, in which the horizontal component will be like B omega square B into the theta ചേർന്ന് നിൽക്കുന്ന ഭാഗമായതുകൊണ്ട് അത് cos theta component, cos component വരും. Another one, this one will be the sin component, that is given by B omega square B into the sin theta ആയിട്ട് വരും. This is the arrangement. This is the balancing arrangement. If we consider the reciprocating mass only, reciprocating mass only consider ചെയ്ത് നമ്മൾ എങ്ങനെയാണ് ബാലൻസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പ്രോബ്ലം പറഞ്ഞതിൽ വി ഓൾസോ കൺസിഡർ നമ്മൾ എന്തും കൂടെ കൺസിഡർ ചെയ്യുന്നുണ്ട്, along with the reciprocating mass we also considered the rotating mass also. അപ്പോൾ the total mass should be taken as എന്താണ് M1 is equal to CMR plus M, where MR is the reciprocating part and the M represents the mass of the rotating part. അപ്പോൾ ഇതായിരുന്നു അതിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ പ്രോബ്ലം ചെയ്തപ്പോൾ പറഞ്ഞതാണ്. നമ്മൾ ഇതിൻ്റെ തിയറി പോർഷൻസിലേക്ക് വന്നപ്പോൾ അതൊന്ന് ഓർമ്മിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ അത് കണ്ടിട്ട് ഇതും കൂടെ കാണുമ്പോൾ ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് ഓർമ്മിക്കാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ പാർട്ട് 12 അപ്പോൾ പാർട്ട് 8 തൊട്ടാണ് നമ്മൾ റെസിപ്രോക്കേറ്റിങ്ങിന് തുടങ്ങിയത്. പാർട്ട് 1 ഒന്നും കണ്ടിട്ടില്ലാത്തവർ ഇതൊന്നും മനസ്സിലാവില്ല. പാർട്ട് 1 തൊട്ട് പറഞ്ഞു. അപ്പോൾ ഇതാണ് അതിൻ്റെ സംഭവം എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ തിയറിയിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ബാലൻസ് ചെയ്തത് ഏതാണ്, ദീസ് ടു ഫോഴ്സസ്, അതായത് ദിസ് എ ഹോറിസോണ്ടൽ കമ്പോണൻറ്റ് ഓഫ് റെസിപ്രോക്കേറ്റിംഗ് പാർട്ട്, ദിസ് ഇസ് എ ഹോറിസോണ്ടൽ കമ്പോണൻറ്റ് ഓഫ് ദി ബാലൻസിങ് മാസ്. അപ്പോൾ ബാലൻസിങ് മാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെൻട്രിഫ്യൂഗൽ ഫോഴ്സിൻ്റെ ഹോറിസോണ്ടൽ കമ്പോണൻറ്റ് എന്നാണ് കറക്റ്റ് പറഞ്ഞത്. അപ്പോൾ ഇത് രണ്ടും ദിസ് വിൽ ബി ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്, ദിസ് വിൽ ബാലൻസ് ഈച്ച് അതർ. ബട്ട് ദ പ്രോബ്ലം ഈസ് വി never consider the total mass MR for the balancing of reciprocating engines. എന്തുകൊണ്ടാണ് റെസിപ്രോക്കേറ്റിംഗ് എഞ്ചിൻസിൽ പാർഷ്യൽ ബാലൻസിങ് ചെയ്യുന്നത്, ഫുൾ മാസ് എടുത്ത് ചെയ്യാത്തതെന്നൊക്കെ നമ്മൾ പാർട്ട് എനിക്ക് തോന്നുന്നു 9-10 കൊണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എവിടെ എടുക്കുന്ന മാസ് എത്രയാണ്, വി ഡിഡിൻ കൺസിഡർ ദ ടോട്ടൽ മാസ് MR, വി ഓൺലി കൺസിഡർ എ പർട്ടിക്കുലർ പോർഷൻ ഓഫ് MR ഫോർ ബാലൻസിങ് ദി റെസിപ്രോക്കേറ്റിംഗ് പാർട്ട്. That portion is determined by and it is represented by the fraction of mass which is to be considered for balancing is represented by using the letter C. That is, C is the fraction of reciprocating mass that to be considered. Then the total mass unbalanced force along the line of action of the piston. ഇതിന് along ആയിട്ട് അൺബാലൻസ്ഡ് ഫോഴ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, ഇത് രണ്ടും കൂടെ എന്ത് ചെയ്താൽ മതി, മൈനസ് ചെയ്താൽ മതി. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, MR ഇൻറ്റു ഒമേഗ സ്ക്വയർ ഇൻറ്റു R ഇൻറ്റു കോസ് തീറ്റ മൈനസ് എന്ത് കിട്ടും, ഇത് മൈനസ് ചെയ്യണം അല്ലേ, B ഇൻറ്റു ഒമേഗ സ്ക്വയർ ഇൻറ്റു B ഇൻറ്റു കോസ് തീറ്റ. അൺബാലൻസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഇത് രണ്ടും തമ്മിൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ അത് അൺബാലൻസ്ഡ് ആണ്, അത് രണ്ട് ഈക്വൽ ആണെങ്കിൽ അത് 0 ആയിപ്പോയി, അൺബാലൻസ്ഡ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറയും. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഇനി നമ്മൾ ഓൾറെഡി നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു, അവസാനം നമ്മുടെ ബാലൻസിങ് കണ്ടീഷൻ എന്താണ്, സ്മാൾ ലെറ്റർ B ക്യാപിറ്റൽ ലെറ്റർ B ഇൻറ്റു സ്മാൾ ലെറ്റർ B ഈസ് ഈക്വൽ ടു C ഇൻറ്റു MR ഇൻറ്റു റേഡിയസ്, അതാണല്ലോ. അപ്പോൾ ഈ ഒരു ബിയുടെ സ്ഥലത്ത് നമുക്ക് ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാമല്ലോ. ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇക്വേഷൻ എങ്ങനെ വരും, MR ഇൻറ്റു ഒമേഗ സ്ക്വയർ ഇൻറ്റു R ഇൻറ്റു കോസ് തീറ്റ മൈനസ് ബിയുടെ സ്ഥലത്ത് ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക, B ഇൻറ്റു ബിക്ക് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. അപ്പോൾ എങ്ങനെ വരും, C ഇൻറ്റു MR ഇൻറ്റു R ഇൻറ്റു ഇതെന്ന് വരും കോസ് തീറ്റ എന്ന് വരും, ആണല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് കോമൺ ആയിട്ട് എടുക്കുന്ന MR കോമൺ ആയിട്ട് എടുക്കാം, ഒമേഗ സ്ക്വയർ അവിടെ ഇല്ലല്ലേ,
ഒമേഗ സ്ക്വയർ ഇവിടെ ഉണ്ടാവണമല്ലോ. ഒമേഗ സ്ക്വയർ ഇവിടെ തന്നെ ഉണ്ട്, അതെങ്ങും പോയിട്ടില്ല. നമ്മൾ മാറ്റി കൊടുത്തത് ബി മാത്രമാണ്. അപ്പോൾ ഒമേഗ സ്ക്വയർ കൊണ്ട് എടുക്കാം. അപ്പോൾ ഇത് രണ്ടുമായി. പിന്നെ അവിടുത്തെ എന്താണ് റേഡിയസ്, ഇവിടെ ആറുണ്ട്, കോസ് ഉണ്ട്, അപ്പോൾ സി മാത്രമേ വരും. അപ്പോൾ ഇതെല്ലാം പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ 1 വരും. ഇത് ഫുള്ളായിട്ട് പുറത്തെടുക്കാം. ദറ്റ് ഈസ് 1 മൈനസ് ഇവിടെ പിന്നെ ബാക്കിയുള്ള എന്ത് മാത്രമാണ്, ഈ സി മാത്രമാണ്. 1 മൈനസ് സി ദ ഹോൾ ഇൻറ്റു നമുക്ക് എന്ത് വരും, എം ആർ ഒമേഗ സ്ക്വയർ ആർ cos theta. But this is the equation and this is the expression which represents the unbalanced force acting along the horizontal component, along the line of action of the piston. ഇതാണ് അൺബാലൻസ്ഡ് ഫോഴ്സ്. അപ്പോൾ ഈ അൺബാലൻസ്ഡ് ഫോഴ്സിനെയാണ് നമ്മളിവിടെ എഴുതാൻ വേണ്ടി നമ്മൾ ഉദ്ദേശിച്ചത്. ഇനി അടുത്ത നോക്കി, ഇതാ റിസൾട്ടൻ്റ് അൺബാലൻസ്ഡ് ഫോഴ്സ് അലോങ് ദി പിസ്റ്റൺ ഇതാണ്. അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനോസ്ട്രോക്കിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷനിൽ ഈ ഡയറക്ഷൻ അലോങ് ആയിട്ടുള്ള അൺബാലൻസ്ഡ് ഫോഴ്സ് എന്ത് മാത്രമേ വരൂ, ആൻഡ് ദിസ് ഫോഴ്സ്, ഈ ഒരു ഫോഴ്സ് മാത്രമേ വരൂ. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, ഒരു ആൾ ക്വസ്റ്റ്യൻ ചോദിച്ച ഒരു ഡൗട്ട് പറ്റാണ്, അതായത് ഈ എം ആർ ഒമേഗ സ്ക്വയറിന് ഒരു ഹോറിസോണ്ടൽ കമ്പോണൻറ്റ് ഇവിടെ പറഞ്ഞു, ഇനി വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഇല്ലേ എന്ന് ചോദിക്കും. ഇല്ല. കാര്യം എന്താ, ഇങ്ങനെ ഒരു സാധനമേ ഇവിടെ ഇല്ല. നമ്മൾ ഇവിടെ കിട്ടിയ ഫോഴ്സിനെ ഇവിടെ ഒരു മാസമായിട്ട് അസ്യൂം ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ അസ്യൂം ചെയ്തപ്പോൾ ഇവിടെ ഹോറിസോണ്ടൽ കമ്പോണൻറ്റ് വന്നു എന്നേ ഉള്ളൂ. ആക്ച്വലി ഈ ഹോറിസോണ്ടൽ കമ്പോണൻറ്റ് മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പോൾ നമ്മൾ തിരിച്ച് പറഞ്ഞാൽ ഇവിടെ ഒരു ഹോറിസോണ്ടൽ കമ്പോണൻറ്റ് കൺസിഡർ ആയിട്ടുള്ള ഒരു മാസം നമ്മളിവിടെ അസ്യൂം ചെയ്തിട്ടാണ് ഇവിടെ ബാലൻസിങ് മാസമായിട്ട് കൊടുത്തത്, റൊട്ടേറ്റിങ്ങിന് കൺസിഡർ ചെയ്ത് കൊടുത്തത്. അപ്പോൾ നമുക്കിവിടെ വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഇല്ല. അപ്പം ഈ ഒരു പെർപെൻഡിക്കുലർ അൺബാലൻസ്ഡ് കമ്പോണൻറ്റ്, അതായത് ഈ ഒരു ഡയറക്ഷൻ അലോങ് ആയിട്ടുള്ള കമ്പോണൻറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് മാത്രമേ വരൂ, ഈ ഒരു കമ്പോണൻറ്റ് മാത്രമേ വരൂ. അപ്പോൾ നമുക്ക് അതും കൂടെ അങ്ങ് എഴുതി വെക്കാം. അതായത് ഇറ്റ് ഈസ് എ അൺബാലൻസ്ഡ് ഫോഴ്സ് എലോങ് എന്താണ് ദ പെർപെൻഡിക്കുലർ ടു ദ ലൈൻ ഓഫ് സ്ട്രോക്ക്. ലൈൻ ഓഫ് സ്ട്രോക്ക് എന്നോ അല്ലെങ്കിൽ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് പിസ്റ്റൺ എന്നോ പറയാം. വിച്ച് ഈസ് ഈക്വൽ ടു, നമുക്ക് ഇത് മാത്രം എഴുതി വെക്കാം, ബി എന്ത് കിട്ടും, ഒമേഗ സ്ക്വയർ ബി ഇൻറ്റു എന്നെഴുതാം സൈൻ തീറ്റ. നമുക്കറിയാം ബിക്ക് പകരം നമുക്കിത് റീപ്ലേസ് ചെയ്താൽ ഇങ്ങനെ എഴുതാം, സി എം ആർ ഇൻറ്റു പിന്നെന്തുണ്ട്, ഒമേഗ സ്ക്വയർ സൈൻ തീറ്റ. ഇത് രണ്ടുമാണ് അൺബാലൻസ്ഡ് ഫോഴ്സ് ആയിട്ട് നിൽക്കുന്നതെങ്കിൽ അൺബാലൻസ്ഡ് ഫോഴ്സ് വേണമെങ്കിൽ ഇതിൻ്റെ റിസൾട്ടൻ്റ് അൺബാലൻസ്, നമുക്ക് റിസൾട്ടൻ്റ് അൺബാലൻസ്ഡ് ഫോഴ്സാണ് എഴുതുന്നത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, റിസൾട്ടൻ്റ് അൺബാലൻസ്ഡ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു, ഇത് രണ്ടും കൂടെ എന്ത് ചെയ്താൽ മതി, സ്ക്വയർ റൂട്ട് എടുത്ത് സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്തിട്ട് റൂട്ട് എടുത്താൽ മതി. ഇപ്പോൾ ഏത് കുറച്ച് ചെയ്യാം, ഒന്ന് ഹോറിസോണ്ടൽ ഒന്ന് വെർട്ടിക്കൽ, രണ്ടിൻ്റെയും കൂടെ റിസൾട്ട് എന്ന് പറയുന്നത് 1 മൈനസ് സി എന്ത് വരും ഇൻറ്റു എം ആർ ഒമേഗ സ്ക്വയർ ആർ ഇൻറ്റു കോസ് തീറ്റ, ഇതിൻ്റെ ഫുൾ സ്ക്വയർ പ്ലസ് ഈ സാധനത്തിൻ്റെ, അതായത് സി എം ആർ ഒമേഗ സ്ക്വയർ സൈൻ തീറ്റ. ഇത്രയാണ് റിസൾട്ടൻ്റ് അൺബാലൻസ്ഡ് ഫോഴ്സ് ആക്ടിങ് ഓൺ എന്താന്ന് പറഞ്ഞത്, പിസ്റ്റൺ എന്ന് പറയുന്നത്.